ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി. അതായത് ഇപ്പം ഞാൻ ആ സിനിമ ഇങ്ങോട്ട് കണ്ടിട്ട് വന്നേ ഉള്ളൂ. അതായത് ദേവദൂതൻ 4K കണ്ടിട്ട് വന്നേ ഉള്ളൂ. ഇത് സിനിമ ഇപ്പം റിലീസായിട്ട് ഇപ്പോൾ 2ാം വാരം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് അതിൻ്റെ ഒരു ചെറിയ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു 4K ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത്. അപ്പം അങ്ങനെ ഒരു കാര്യത്തോടെ മുമ്പേ പറയുകയാണ്. അപ്പോൾ നമുക്ക് ദേവദൂതൻ 4K എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യും. എങ്ങനെ ഉണ്ട് പടം എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സിനിമ 2000 ഇറങ്ങിയ പടമാണ് ദേവദൂതൻ. റിലീസായതാണ്. ആ സമയത്ത് ഒരു അത്യാവശ്യം ഈ സിനിമ ഒരു വിജയമോ കാര്യങ്ങളോ ഒന്നും ആയില്ല. അന്ന് ഭയങ്കര ഒരു നെഗറ്റീവ് റെസ്പോൺസും നെഗറ്റീവ് അഭിപ്രായവും കാര്യങ്ങളൊക്കെ കൊണ്ട് സിനിമ ഒരു ഫ്ലോപ്പ് എന്ന നിലയ്ക്കാണ് ആ റിലീസിൻ്റെ സംബന്ധപ്പെട്ട സമയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ സിനിമയ്ക്ക് അന്നത്തെ കാലത്തും മികച്ചത് എന്ന് തോന്നിയത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: പാട്ടുകൾ. വിദ്യാസാഗറിൻ്റെ ഈണത്ത് വന്ന പാട്ടുകളൊക്കെ ഒട്ടുമിക്ക പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളായിരുന്നു ഈ പടത്തിൽ വന്നത്. പിന്നെ സിനിമ നല്ല ഫ്ലോപ്പായിരുന്നു. കണ്ടവർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടാതിരുന്നതും പിന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കുറച്ച് ഇതെന്ത് പടം എന്നൊക്കെ ചിന്തിച്ച ഒരു തലമുറ 2000-ലെ യങ്സ്റ്റേഴ്സിൻ്റെയും പിന്നെ ഫാമിലി ഓഡിയൻസിൻ്റെയൊക്കെ ഒരു റെസ്പോൺസും ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്പോൺസ് കൊണ്ട് അന്ന് ഫ്ലോപ്പായ ഒരു സിനിമേനെ 2024 ഈ ഒരു ടൈമിൽ ഒരു ഇപ്പം ഒരു 4K എന്ന് പറഞ്ഞ രീതിക്കുള്ള ഒരു ഹൈ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊണ്ട് സംവിധായകൻ സിബി മലയിൽ കൊണ്ടുവരികയാണ്. അതാണ് ആ രീതിക്കാണ് പടം വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം രീതിക്കുള്ള കുറച്ച് ടൈറ്റിൽ കാർഡും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഈ സിനിമ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി പോകുമ്പോൾ ഈ സിനിമ ഇനി കണ്ടിട്ടില്ലാത്തവരും കാണാൻ താല്പര്യമുള്ളവരൊക്കെ സിനിമ കണ്ടിട്ട് മാത്രം എൻ്റെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. ഇല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ആസ്വാദനങ്ങളെ ബാധിക്കും. നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ഒരു ചെറിയ രീതിക്ക് എന്നെ ബാധിക്കുന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഞാൻ ആദ്യമേ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് മാത്രം ഈ വീഡിയോയിലേക്ക് വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്കും കയറി കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തുടങ്ങിയാണ്. ഓക്കെ, ശരി. ദേവദൂതൻ നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അനുഭവം കൊണ്ട് സൂപ്പർ തന്നെയായിരുന്നു. നമുക്ക് ഈ തലമുറയുള്ള ആൾക്കാർക്കൊന്നും അന്ന് ഈ പടം കാണാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ പടത്തോടു കൂടി അങ്ങ് തീരും. പിന്നെ പ്രധാനമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കട്ട് ചെയ്ത് എഡിറ്റ് ആക്കിയാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില ഫൈറ്റ് സീക്വൻസ് കോമഡി കാര്യങ്ങളൊന്നും പടത്തിലില്ല. മർമ്മപ്രധാനമായ രംഗങ്ങൾ മാത്രം, അത്യാവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട രംഗങ്ങളൊക്കെ മാത്രമാണ് ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 മണിക്കൂർ എന്തായാലും പടമുണ്ട്, കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടത് വർക്കല സ്റ്റാർ സിനിമാസിലാണ് സിനിമ ഞാൻ കാണുന്നത്. ഇന്ന് രാവിലത്തെ ഷോയ്ക്കാണ് നമ്മൾ പോയി കാണുന്നത്. ഞാനെൻ്റെ ഫ്രണ്ട് അരുൺ എന്നൊരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പടം പോയി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 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 വല്ലാത്ത ഒരു അനുഭവമായിപ്പോയി. കാരണം അത്രയ്ക്ക് ഒരു മൈൻഡിനെ ഒരു പീസ്ഫുൾ ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു അനുഭവം. ആ സിനിമയുടെ ഒരു വിഷ്വലൈസേഷനും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ ആദ്യം പറയേണ്ടത്. ഈ സിനിമ ഇങ്ങനെ ഓരോ പുതിയ രീതിക്ക് ഇങ്ങനെ മികച്ച ക്വാളിറ്റിയും കാര്യങ്ങളും സൗണ്ട് എഫക്റ്റും കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യമായി തരംഗം ഉണ്ടാക്കിയത് പൂവേ പൂവേ പാലപ്പൂവേ ഒരു പാട്ടാണ്. ആ ഒരു പാട്ടാണ് ഏറ്റവും നന്നായിട്ട് നമ്മളെ മനസ്സിനെ ആകർഷിച്ചത്, നമുക്കൊരു വൈബ് തന്നെ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു പടം കണ്ട സമയത്ത് തുടക്കം ഇറ്റ്സ് ഓക്കെ ഫൈൻ ഒരു രീതിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ വരണ്ട, നമുക്കൊരു അനുഭവം കാര്യങ്ങളൊക്കെ വരാൻ നേരം നോക്കിയ സമയത്താണെങ്കിൽ പൂവേ പൂവേ പാലപ്പൂ എന്ന് പറഞ്ഞ ഈ ഒരു പാട്ട് തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മൈൻഡിനൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്തോ ഒരു എനർജി കയറി നടക്കുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാട്ട് കാണാൻ വേണ്ടി പറ്റിയപ്പോൾ. കാരണം ഈ പാട്ട് നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ യൂട്യൂബിലും ടി വിയിലൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ചിത്രഗീതം അങ്ങനത്തെ ചാനലൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടൊരു പാട്ടാണത്. അപ്പോൾ പിന്നെ അത് 4K ടെക്നോളജിയിൽ തിയേറ്ററിന് സമയത്ത് ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് വിദ്യാസാഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ. അപാരം, വേറെ ലെവൽ ഒരു പാട്ടിൽ വരുന്ന ഇടയ്ക്കുള്ള മ്യൂസിക് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും അതൊക്കെ ആ ഒരു 4K ടെക്നോളജിയിലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് വേറെ ലെവൽ രോമാഞ്ചിഫിക്കേഷൻ തന്നെ ആയിപ്പോയി. പിന്നെ മറ്റൊരു കാര്യം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ വർക്ക്.
ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ വേറെ ലെവലിന് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവം. കിടിലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് വെച്ചിരുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടും സൂപ്പർ തന്നെയായിരുന്നു. വിഷയം സത്യം പറഞ്ഞാൽ നമുക്ക് ലാലേട്ടനെ നമ്മളെ മുമ്പ് നിർത്തിയിട്ട് ഒരു ഒരു നിഖിൽ മഹേശ്വർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ആത്മാവുമായിട്ട് ഒരു കണക്ടിവിറ്റി വരുമ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ ക്യാമറ വെച്ചിട്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറയുമ്പോഴുള്ള ഒരു ക്യാമറ ആംഗിൾ കാര്യങ്ങൾ, പിന്നെ അതിൽ വരുന്ന സപ്തസ്വരമണിയുടെ ആംഗിളിൽ കൂടെയൊക്കെ ക്യാമറ ഇങ്ങനെ പോണതും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ. അതൊക്കെ ഒരു 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 എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സിനിമ ഇത്രയും കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കാണിക്കുമ്പോൾ പോലും ഇതൊന്നും തിരിച്ചറിയാൻ വേണ്ടി പോലും അന്നത്തെ തലമുറയ്ക്ക് പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവർക്കത് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു രീതി മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പോകെ പോകെ ഒരു സ്പെഷ്യൽ മിറക്കിൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരാൻ വേണ്ടി പോകണം. പിന്നെ വേറെ ലെവലിലോട്ട് നമ്മളെ കൊണ്ടുപോകണം. നമ്മൾ തിയേറ്ററാണെന്നൊക്കെ അങ്ങ് മറന്നു. പിന്നെ അത്രയ്ക്കൊരു മൈൻഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ പിന്നെ ഇതിൻ്റെ ഒരു ടാഗ് ലൈനോടെയൊക്കെ വന്ന ദൃശ്യ വിസ്മയം, തിയേറ്റർ വിസ്മയം എന്നൊക്കെ പറഞ്ഞ് വന്ന ടാഗ് ലൈൻ ഒരു തെറ്റുമില്ല. കാരണം അത്രയ്ക്കും ഒരു അനുഭവമായിട്ടാണ് ഈ പടം നമ്മളെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളെ സിനിമ പഴയ സിനിമയാണല്ലോ, പിന്നെ ആദ്യമൊക്കെ പോകുന്നു, കുറേ പാട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ വരുന്നു, പിന്നെ അഭിനയം കാര്യങ്ങൾ. ഇതിനിടയ്ക്കെല്ലാം നമുക്ക് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സിനിമ മൊത്തം എഡിറ്റിംഗ് ആണ്. പല കാര്യങ്ങളും ഒഴിവാക്കി മർമ്മപ്രധാനമായ കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടാണ് സിനിമ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് പോകെ നമുക്ക് എൻഗേജാണ്. നമുക്കൊന്നും തോന്നിക്കാത്ത എൻഗേജ് ആയിട്ട് തന്നെ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗതിച്ചേട്ടൻ ഇല്ലല്ലോ എന്നുള്ള ഒരു നിരാശ. ഞാൻ പലതവണ എൻ്റെ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചു ജഗതിച്ചേട്ടൻ്റെ കുറേ രംഗങ്ങളൊക്കെ കാണിച്ചിരുന്നുവെങ്കിൽ, ഐ മീൻ സെക്കൻഡ് ഇൻട്രോ എങ്കിലും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നന്നായി പോകാൻ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിപ്പോയൊരു കാര്യമാണ്. കുറച്ചും കൂടെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പിന്നെ അത്രയൊക്കെയാണ് ഒരു നെഗറ്റീവ് എന്നൊക്കെയുള്ള. പിന്നെ എൻഡിങ് കാര്യങ്ങൾ ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ ഇതിനി ഒരു കാര്യം പറയാം. അതായത് ഞാനും എൻ്റെ ഫ്രണ്ട് അരുണും കൂടെയാണ് പടം കണ്ടിട്ട് നമ്മൾ ബൈക്കിലോട്ടാണ് പോയത്. ഉച്ചയ്ക്കൊരു 1:30 മണിക്ക് ഷോ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി, നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഒരു യാത്രയിൽ കൂടെ നമ്മളിങ്ങനെ വന്ന സമയത്ത് ആ സിനിമ കണ്ടിറങ്ങിയ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേകതരം ഒരു വൈബ്രേഷൻ. ഇതെന്തെന്നറിയത്തില്ല, വല്ലാത്തൊരു വൈബ്രേഷൻ. നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ വന്നപ്പോൾ പോലും നമുക്ക് എന്താണ് ഈ സിനിമയുടെ എന്ന് വെച്ചാൽ ഒരു അനുഭവങ്ങളൊക്കെ തോന്നി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. വരുന്ന വഴിക്ക് എന്തെന്നില്ലാത്ത കുറേ കാറ്റ് കാര്യങ്ങളൊക്കെ വന്ന് വല്ലാത്തൊരു അന്തരീക്ഷം. റോഡിലാണെങ്കിൽ ആരുമില്ല, നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും എടുത്ത് ഒരു ഒഴിഞ്ഞ വഴി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ഒരു കാര്യം വെച്ച് സിനിമയുടെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് നമുക്കങ്ങ് വല്ലാത്തൊരു അനുഭവം പുറത്തിറങ്ങിയ സമയത്ത്. അത് സിനിമയ്ക്ക് അകത്തിരുന്ന് കണ്ടപ്പോൾ വേറെ അനുഭവം, പുറത്തിറങ്ങിയ മറ്റൊരു അനുഭവം. വല്ലാത്തൊരു ഫീലിങ്സ് കൂടെ നമ്മളിങ്ങനെ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇവിടെ നിങ്ങളൊക്കെ പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ നിങ്ങൾ കാണണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നിയർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാണാമെന്നല്ല, കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം 2000 ഇറങ്ങിയ ഒരു പടം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. ഇത് നമുക്ക് വേണ്ടി 4K ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പടം നിങ്ങൾ മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രം മുമ്പിൽ ഞാൻ ഒരു കാര്യമായിട്ട് പറയുന്നുള്ളൂ, അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു വല്ലാത്തൊരു അനുഭവത്തേക്ക് നമുക്കിപ്പോൾ ഒരു മൈൻഡ് ഡിസ്റ്റർബിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു മൈൻഡ് തമ്മിലൊരു വല്ലാത്തൊരു സ്വരച്ചേർച്ചയിലേക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ പടം ഒരുപാട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റായിട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ മസ്റ്റായിട്ട് ഈ പടം കാണാൻ വേണ്ടി ശ്രമിക്കുക. നിയർ തിയേറ്റർ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഈ 4K ഇറങ്ങിയ ഒരു പടം നിങ്ങൾ കണ്ടിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടാൻ വേണ്ടി, തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ, ഇത്രയും വലിയ സ്ക്രീനിൽ ഈ പടം ഇങ്ങനെ കാണുമ്പോൾ, പൂവേ പൂവേ പാലപ്പൂവേ ആ പാട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ വേറെ ലോകത്തേക്ക് പോകും. ആ രീതിക്കുള്ള അനുഭവമാണ് ഈ പടം നിങ്ങൾ തരാൻ വേണ്ടി പോകുന്നത്. ഇത്ര ഞാൻ റെക്കമെൻഡ് ചെയ്ത് പറയണം, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പം ഒരുപാട് നമ്മൾ തിയേറ്ററിൽ പടം കാണും, ഇല്ല നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിലേക്ക് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. നൈറ്റ് ഷോ ഉണ്ട്, 6:00 ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വല്ലാത്ത ഒരു മാജിക്കൽ അനുഭവം, ദൃശ്യവിസ്മയം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ ഒരു പടം കൊണ്ടുവന്നത്. പിന്നെ മുരളിച്ചേട്ടനെ കാണാൻ വേണ്ടി പറ്റിയതൊരു വലിയ കാരണം തന്നെയാണ്. നമ്മൾ ആക്ടർ മുരളി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു ആൽബർട്ടോ എന്ന് പറയുന്ന റോൾ ചെയ്യുന്നുണ്ട്. നല്ല ഇതായിരുന്നു, നല്ല പുള്ളിയെ കാണാൻ വേണ്ടി പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാ താരങ്ങളുടെയും ഒരു പഴയ നൊസ്റ്റാൾജിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റി, ആഴത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റി. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, വല്ലാത്തൊരു ഗംഭീരമായൊരു അനുഭവമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ മസ്റ്റായിട്ട് നിങ്ങൾ നിയർ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയൊക്കെ എനിക്ക് ദേവദൂതൻ 4K പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ.
ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മിസ്സാക്കിയുള്ളതെങ്കിൽ എനിക്ക് തന്നെ ഒരു നഷ്ടമായി പോകുമെന്ന് എനിക്ക് തോന്നിപ്പോൾ ഒരവസ്ഥ. ഓക്കെ, ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടി. ഇതാണ് ദേവ്സോൺ 4K പറ്റി ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളും. ഇനി ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അറിയിക്കുന്നിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു 4K അഡ്വാൻസ് ടെക്നോളജി വന്നിരിക്കുന്ന ഒരു ദേവ്സോൺ 4Kയുടെ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഓക്കെ, വിശാൽ കൃഷ്ണമൂർത്തിയും സഹതാരങ്ങളെയും കഥയും നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്നത്തെ തലമുറയ്ക്ക് ഈ പടം മനസ്സിലാകാതിരുന്നതെന്നും എന്തുകൊണ്ട് ക്യാച്ചപ്പ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. നമ്മളെ യങ്സ്റ്റേഴ്സ്, ഈ 2000-ലുള്ള പിള്ളേരും 90s കിഡ്സായിട്ടുള്ള ഇന്നത്തെ യങ്സ്റ്റേഴ്സും ഒക്കെ ഏറ്റെടുത്തു, കണ്ടു, വൈബ് ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് ദേവ്സോൺ 4K പറ്റി എനിക്ക് പറഞ്ഞ എൻ്റെ പേഴ്സണലിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയം കൊണ്ട് ഇതിപ്പോൾ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയം കൊണ്ട് ഇതിപ്പോൾ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.